നമസ്കാരം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിമിത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ തൊടുകുറി അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു നിമിത്തമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ ഈ നിമിത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ അനുഭവങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലക്ഷണങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് പലപ്പോഴും ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. നിമിത്തവുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കിയ തൊടുകുറി ഫലങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 കലങ്ങളാണ്. ഈ 2 കലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു കലം തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ കലം ഉടയ്ക്കേണ്ടതുമാണ്. ഉടയ്ക്കുമ്പോൾ ആ കലത്തിലുള്ള ആ കാര്യങ്ങൾ അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കൃത്യമായി തന്നെ അതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ദേവതയെ ഒരു നിമിഷം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പ്രാർത്ഥനയായി നിങ്ങൾ മുന്നിൽ വച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ കലം തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ നിമിത്ത ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. ആദ്യം നിങ്ങൾ വിശ്വസിച്ച ആ ശക്തിയെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. അപ്പോൾ ഈ 2 കലങ്ങളിൽ ഒരു കലം നിങ്ങൾ കാണുന്നതാണ്. ആ കലത്തിൽ നിങ്ങളുടെ മനസ്സ് ഉടക്കിയിട്ടുള്ളതായ കലം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ട കലമോ നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നിയതായ കലമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പരാമർശിച്ച രീതിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഏവരും ഒരു കലം തെരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ആ കലവുമായി ബന്ധപ്പെട്ട് അതിൽ ഒളിഞ്ഞിരിക്കുന്നതായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ അത് എന്തെല്ലാമാണ് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി തന്നെ വന്ദിക്കുക. ആ ദേവതയ്ക്ക് മുൻപിൽ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾ അത് കമന്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ആ ദേവതയുടെ നാമമാണ് എങ്കിലും കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ കലം നിങ്ങൾ ഉടച്ചപ്പോൾ അതിൽ നിങ്ങളെ തേടിയിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ കലം ഉടച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഗൃഹോപകരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ കലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില നിമിത്ത ശാസ്ത്ര ഫലങ്ങൾ തൊടുകൂടി ഗണിതപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ മനസ്സിൽ ഉള്ളവരാണ് നിങ്ങൾ. ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിലും ആ ആഗ്രഹങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുടെ മനസ്സിൽ ഒതുക്കി നടക്കുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഉള്ളിൽ ഒതുങ്ങി മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. എന്നാൽ മുൻപത്തെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വളരെ കുറവായി അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും നിർഭാഗ്യമാണ് നിങ്ങളെ കൂടുതലായും വേട്ടയാടിയിട്ടുള്ളത് എന്ന് പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ചില അസുലഭമായ ചില കാര്യങ്ങൾ അത് ഭാഗ്യാനുഭവങ്ങൾ തന്നെയാകാം.
നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല സ്വപ്നങ്ങളുമുണ്ട്. അതിൽ ഒരു സ്വപ്നം ഒരു പക്ഷേ തൊഴിലാകാം, അല്ലെങ്കിൽ ഒരു വാഹനമാകാം, അല്ലെങ്കിൽ ഒരു വീടാകാം, വസ്തു, വീട്, അത്തരം കാര്യങ്ങളാകാം. എന്നാൽ അത്തരം ചില കാര്യങ്ങൾ, അത് തൊഴിലാകാം, തൊഴിൽ മാറ്റമാകാം, അത്തരം ചില കാര്യങ്ങളോ വീടോ വാഹനമോ സ്ഥലമോ അല്ലെങ്കിൽ വീടോ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണുന്നു. നിങ്ങൾ ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുമാകാം, അല്ലെങ്കിൽ പൂർണ്ണമായും പൊളിച്ച് പുതിയൊരു വീട് അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. വളരെ കാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട്. ചില കാര്യങ്ങൾ വാങ്ങണം, ചില കാര്യങ്ങൾ എന്നിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യം കൂടിയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് അധികം താമസിയാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ചില വസ്തുക്കൾ, അത് ഗൃഹോപകരണങ്ങൾ പോലുമാകാം, അല്ലെങ്കിൽ ആഗ്രഹിച്ച മറ്റു കാര്യങ്ങളാകാം, ഒരുപക്ഷെ ആഭരണങ്ങൾ പോലുമാകാം, പണയത്തിലുള്ള ആഭരണങ്ങൾ ഗൃഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതുമാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ചില പാരിതോഷികങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില സമ്മാനങ്ങൾ, അഭിനന്ദനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാകാം. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഭരണങ്ങൾ പോലും, അതൊരു നുള്ളു സ്വർണമാകാം എങ്കിൽ പോലും നിങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് ഒരുങ്ങുന്നു എന്നതാണ് വാസ്തവം. അത് ആഭരണവുമാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ കൈവശമുള്ള സ്വർണം, അത് മാറ്റി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ആകാവുന്നതാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ കൊടുക്കുവാനോ വാങ്ങുവാനോ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ആദ്യത്തെ കലം ഉടച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഈശ്വരാനുഗ്രഹം അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന, ഈശ്വരാനുഗ്രഹത്താൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി കടന്നു വരാനുള്ള സാധ്യത നിമിത്ത ലക്ഷണപ്രകാരം ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ധനം, അത് നിങ്ങളുടെ കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യത ഉണ്ട് എന്നതും വാസ്തവമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സഹായം ഒരു വ്യക്തിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ സഹായം, ആ ധനപരമായ സഹായമോ മറ്റൊരു സഹായമാണ് എങ്കിലും അത് നിങ്ങളിലേക്ക് തടസ്സരഹിതമായി, തടസ്സങ്ങളെ മറികടന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമാകാം, നിങ്ങളുടെ ഇപ്പോഴത്തെ പരിതസ്ഥിതി, നിങ്ങളുടെ അവസ്ഥ അവർ മനസ്സിലാക്കി അവർ നിങ്ങളെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. നിങ്ങൾ അപ്രതീക്ഷിതമായി പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്തരമൊരു വ്യക്തിയിൽ നിന്നും ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് കടന്ന് വരുന്നതുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളും അനുകൂലമാകുന്നു എന്ന് അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വിധത്തിലും സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരം വിവാഹം നടക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ സന്താനങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാകാം. അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതത്തിൽ അവർ അനുഭവിച്ചു പോരുന്ന ചില പ്രയാസങ്ങൾക്ക്
ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതുമാകാം. അത്തരം ചില കാര്യങ്ങളാണ് ഈ സമയം കാണുവാനായി സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്നത്. അത്തരമൊരു സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ആഹാരവും ഭക്ഷണവും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ചില സ്വപ്നങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സ്വപ്നങ്ങൾ, അത് പൂവണിയുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാണ് എന്ന് പറയാം. മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങളാകാം ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുക എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഏതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ അല്പം കൂടി ഒന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ, അല്പം കാത്തിരിപ്പോടെ തന്നെ ശ്രമങ്ങൾ തുടരുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത തന്നെയാണ് ഈ തൊടുകുറി അധ്യായത്തിലൂടെ നിമിത്തത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയാം. തീർച്ചയായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിരാശ അനുഭവപ്പെടുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും വന്നു ചേരുന്നില്ലല്ലോ എന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ട്. എന്നാൽ അല്പം കൂടി നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് തന്നെയാണ് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക. ആ സമയമാകുമ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അത് തന്നെയാണ് ഈ സമയം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ കലമാണ് നിങ്ങൾ ഉടച്ചത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. സ്വർണം, ധനം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ, ഇത്തരം ചില കാര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പരാമർശിക്കാം. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ മാനസിക സ്ഥിതി, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു അവസ്ഥ പറയുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ അത് നിശ്ചയമായും കടന്നു വരേണ്ട തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങളിലേക്ക് വന്ന് തീർന്നേ മതിയാകൂ എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശുഭാപ്തി വിശ്വാസം കൈവിടാൻ പാടുള്ളതല്ല. പലർക്കും അത് നഷ്ടപ്പെടുന്നു എന്ന് തൊടുകുറി ഗണിതപ്രകാരം കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആ കാര്യങ്ങൾ വീണ്ടും നിങ്ങളിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അവിശ്വാസം പാടുള്ളതല്ല. ആ ശുഭാപ്തി വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ചില ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഇവിടെ കടന്നു വരാനായി പോകുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്വർണവും, ധനവും, ഭക്ഷണവും, ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. സ്വർണ്ണാഭരണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം. 1 രൂപ പോലും ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ എപ്രകാരം കടന്നുവരും എന്ന ചിന്തയുണ്ട് എങ്കിൽ കാത്തിരിക്കൂ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അതിന്റെ പ്രതിഫലനമായി നിങ്ങളിലേക്ക് ചില അമൂല്യമായ കാര്യങ്ങൾ കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം പാരിതോഷികമായി ലഭിക്കുവാനുള്ള സാധ്യത പോലും വളരെ കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ മാലയോ മോതിരമോ
അല്ലെങ്കിൽ അത്തരത്തിൽ കമ്മലോ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നുള്ള് സ്വർണമെങ്കിലും നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതോ അല്ലെങ്കിൽ പണയത്തിലുള്ള സ്വർണ്ണാഭരണം നിങ്ങളുടെ ഭവനത്തിലേക്ക് തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. അപ്രതീക്ഷിതമായി കടന്നു വരുന്നു എന്നാണ് അർത്ഥമാക്കുവാനായി സാധിക്കുന്നത്. അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ വളരെ കാലങ്ങളായി പ്രതീക്ഷിക്കുന്ന ധനം ഉണ്ടാകാം. അതായത് ഇനി ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നതായ ധനം, അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതും വാസ്തവമാണ്. കടം നൽകിയതായ പൈസയാകാം, അത്തരം ചില പണവും നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ സംഖ്യ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില വ്യക്തികളിൽ നിന്നും ചതിവ് ധനപരമായി നേരിട്ടു എന്നത് അത്തരം ധനം നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ചില കാര്യങ്ങൾ സുരക്ഷിതമായി കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് കാലതാമസമില്ല എന്ന കാര്യം ഓർക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അത് ചെറിയ ഒരു സംഖ്യയാകാം അല്ലെങ്കിൽ ചെറിയ ഒരു സഹായമാകാം. എന്നാൽ ആ സമയം നിങ്ങൾക്കത് അനിവാര്യവുമാകാം. അത്തരം ചില കാര്യങ്ങൾ കടന്നു വരാം എന്നതും വാസ്തവമാണ്. ആഗ്രഹിക്കുന്ന ഭക്ഷണം ലഭിക്കണം എന്ന് പലരും ആഗ്രഹിക്കുന്നതാണ്. നിങ്ങളും അത് ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മനസ്സ് നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം ചില വ്യക്തികളെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അനുകൂലമോ പ്രതികൂലമോ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം കാത്തിരിക്കുന്നത് പോലെ, അതായത് മനസ്സുകൊണ്ട് ഏറെ ആഗ്രഹിച്ച് വാങ്ങാൻ സാധിക്കാതിരുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരമോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലം കാണുന്നതായ സാഹചര്യമോ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് സമ്മാന കൂപ്പണുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് ചെറിയ കാര്യങ്ങൾ ലഭിച്ചാൽ പോലും നിങ്ങൾ അതിൽ സംതൃപ്തരാകണം എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ പ്രകടമായ മാറ്റങ്ങളായി ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം നിരാശയുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിരാശയോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ എന്ന വിഷമം നിങ്ങളിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അല്പം കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും പോകുന്ന വഴിയിൽ ചില കാര്യങ്ങൾ ഗുണകരമായി നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ചിന്തകൾ കാട് കയറുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലും തെറ്റ് പറ്റുന്നതായ ഒരു അവസ്ഥ നിങ്ങളിൽ ഉടലെടുക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി മാത്രമേ തുണയുള്ളൂ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവരിൽ നിന്നും കുത്തുവാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് പഴികൾ കേൾക്കുന്നതായ സാഹചര്യം പോലുമുണ്ട് എന്നതാണ് വാസ്തവം. വല്ലാതെ വെറുത്തു പോകുന്ന സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്.
പല രീതിയിലും നിങ്ങൾക്ക് ആത്മാർത്ഥമായും വിശ്വസിച്ച പലരും ഇന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ പലരും ഇല്ല, അല്ലെങ്കിൽ ഉണ്ട് എങ്കിലും ഇല്ലാത്തതിന് തുല്യമാണ് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പലരും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തതായ സാഹചര്യമുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ തളരാൻ പാടില്ല എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളെ കരകയറ്റുന്നത്, നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെയാണ്. ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ മാറാത്തത്, അത്തരം ചില കാര്യങ്ങൾ മാറ്റുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം കാണാം. ചില കാര്യങ്ങളിൽ നിരാശ തോന്നും എന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങളിലേക്കും നിങ്ങൾ മടങ്ങി വരേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ചില കാര്യങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യത തുലോം കൂടുതലായ സാഹചര്യം ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷ കൈവിടാൻ പാടുള്ളതല്ല. എല്ലാം അല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോയി ഇനിയൊരു പ്രതീക്ഷയില്ല എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ അത് വീണ്ടും നീണ്ടുപോകും. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ കാര്യങ്ങൾ വീണ്ടും അകന്നു പോകുന്ന സാഹചര്യം. അതിനാൽ അത്തരം ചിന്താഗതി പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം.